ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ പുതിയ അടപ്പ്, നമ്മുടെ കറിയൊക്കെ അടയ്ക്കുന്ന ഈ അടപ്പിലൊക്കെ ഉള്ള ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, അതേപോലെ പാത്രത്തിൽ ഏതാണേലും ഇതേപോലെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേനും ആ സ്റ്റിക്കർ നല്ല രീതിയിൽ ഇളകി കിട്ടും. അപ്പോൾ അതിനകത്ത് ഒന്ന് പറ്റിയിരിക്കാതെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും. ഉണ്ടാവും, പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ വിമ്മൊക്കെ മേടിക്കുമ്പോഴത്തേന് ഇതേപോലത്തെ കവറുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയണ്ട. അപ്പോൾ വിമ്മൊക്കെ തീർന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചൂട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ലീക്കാവത്തൊന്നുമില്ല. അതേപോലെ നമുക്ക് വയറുവേദനയൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ തന്നെയും ഇത് വെച്ചൊന്ന് പിടിക്കാം. അപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടാകും. അതേപോലെ നമുക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിലും കൈവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല ചൂട് കുറേ നേരം അതിനകത്ത് നിൽക്കുകയും ചെയ്യും. നമുക്കിതിനായിട്ട് പ്രത്യേകിച്ച് കുപ്പിയിൽ വെള്ളമൊന്നും നിറച്ച് വെക്കേണ്ട കാര്യമില്ല. ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചൂട് അതിനകത്ത് നിൽക്കും കുറേ നേരം. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് ഇതേപോലെ നാരങ്ങ തോട്, ഇതിപ്പോൾ നാരങ്ങ, വാടിയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഇതേപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് കറിവേപ്പില, അതേപോലെ മൈലാഞ്ചി ഇലയൊക്കെ ചീത്തയാവുന്നുണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനകത്തുണ്ടാകുന്ന പുഴുക്കൾ, അതേപോലെ തന്നെ ഇലയൊക്കെ ചീത്തയായിട്ട് പുഴുവൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിപ്പം ഇലയെല്ലാം പുഴു തിന്നിട്ട് നല്ല രീതിയിൽ വന്ന കറിവേപ്പിലയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പിന്നെ പുഴു ശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഇലയൊക്കെ നല്ല രീതിയിൽ മേപ്പോട്ട് വരും. അതേപോലെ മൈലാഞ്ചി ഇല കണ്ടോ, അതിനകത്തൊക്കെ തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലെ നാരങ്ങ തോട് കഞ്ഞിവെള്ളത്തിനകത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട ആ നാരങ്ങ തൊണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് സിങ്ക് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് സോപ്പും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ടാപ്പറുതി തേച്ച് നല്ല ക്ലീനാക്കി എടുക്കാം. അതിനകത്തുള്ള ആ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ച്, കാരണം തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്, അതിനകത്ത് ഇട്ട് വെച്ച ആ നാരങ്ങ തൊണ്ട് വെച്ചിട്ട് തന്നെ ഞാനതുകൊണ്ടിപ്പം 4 ഭാഗത്തും തേച്ചിട്ട് ഉണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. അപ്പോൾ നമ്മൾ സോപ്പ് വെച്ചൊക്കെ തേക്കുന്നതാണ് കല്ല ഇത്. പ്രത്യേകിച്ച് നാരങ്ങയുടെ ആ ഒരു ചാറ് അതിനകത്തോട്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെയും അതിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും. കിച്ചണിൽ നല്ലൊരു മണമായിരിക്കും. നമുക്ക് നാരങ്ങയുടെ തൊണ്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ആ സിങ്കിൻ്റെ സീവിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനകത്തു നിന്നുള്ള പാറ്റ, രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പാറ്റ ശല്യം, ഉറുമ്പ് ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നാരങ്ങാത്തോണ്ട് അതിനകത്തോട്ട് വെച്ചും കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് കിടക്കുന്ന നാരങ്ങ അതിനകത്ത് തന്നെ നല്ലോണം ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. ഇതിപ്പോൾ ഞാൻ നാരങ്ങ തൊണ്ടല്ല, വാടിയ നാരങ്ങയാണ് അരിഞ്ഞിട്ടത്. അപ്പോൾ നല്ല രീതിയിൽ ചാറുണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ അത് കഞ്ഞിവെള്ളത്തിനകത്ത് ഫുള്ളതങ്ങ് പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പോൾ അതിനകത്തിട്ട് നമുക്ക് ദാണ്ട ഈ മങ്ങിയ ഗ്ലാസ്, നമ്മൾ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സുകളുണ്ടല്ലോ, കുപ്പി ഗ്ലാസ് ആണെങ്കിലും സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും എന്തും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. അപ്പം ഈ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനകത്ത് കണ്ടോ അതിൻ്റെ ആ ഒരു ചാറ് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ തൊണ്ട് വെച്ച് തന്നെ തേച്ച് കൊടുക്കുകയും ചെയ്യാം കണ്ടോ. അപ്പം നല്ല രീതിയിൽ ഗ്ലാസ്സുകൾ വെട്ടിത്തിളങ്ങും. നമ്മൾ സാധാരണ ഡിഷ് വാഷും കാര്യങ്ങളൊന്നും ഇട്ട് തേക്കുന്നതാണ് ആ കല്ല്. ഇത് ഇങ്ങനെ വെച്ച് തേക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് ആ ഗ്ലാസ്സുകളൊന്നും മങ്ങിപ്പോകത്തില്ല, നല്ലൊരു തിളക്കമായിരിക്കും. അപ്പോൾ ഇതേപോലെ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തേച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രവും കഴുകിയെടുക്കാം. ഇപ്പോൾ അതുകൊണ്ട് ഉണ്ടോ, സോപ്പ് തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകി കാണിച്ചു തരാം. കണ്ടോ, ആ ഗ്ലാസിൻ്റെ ആ ഒരു വെട്ടം, ആ ഒരു തിളക്കം കണ്ടോ, പുതിയതായിട്ട് നമ്മൾ മേടിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾക്ക് ദണ്ട ഇതേപോലെ ആ വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുന്നതൊന്നുമില്ല, ഇപ്പം തന്നെ ഒന്ന് തേച്ചെടുക്കുകയാണ്. ആ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് മാത്രം തൊണ്ട തേച്ചെടുക്കുകയാണ്.
അപ്പം നല്ല രീതിയിൽ കണ്ടോ അഴുക്ക് അതിനകത്തുള്ള ഇതെല്ലാം കറയെല്ലാം പോവും. ആ കറയെല്ലാം പോയിട്ട് പാത്രങ്ങൾക്ക് നല്ലൊരു തിളക്കമാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ കഴുകിയെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ആ പാത്രത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതല്ല നമ്മൾ ഡിഷ് വാഷും കാര്യങ്ങളും ആണെങ്കിൽ അന്നേരത്തെ ആ ഒരു ഇതേ ഉള്ളൂ. നമ്മൾ തേച്ചെടുക്കുമ്പോഴത്തേന് വീണ്ടും അതേപോലെ തന്നെ അഴുക്കാവുകയും ചെയ്യും. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തേക്കുമ്പം തന്നെയും പാത്രങ്ങൾക്ക് നല്ലൊരു തിളക്കം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ കണ്ടോ, ഞാൻ പെട്ടെന്ന് കുറച്ച് പാത്രം മാത്രമേ കഴുകി കാണിക്കുന്നുള്ളൂ. കണ്ടോ, അതാണ് ഞാൻ സോപ്പൊന്നും തൊടാതെ ഒന്നും തൊടാതെ തന്നെ വെറും ആ ഒരു നാരങ്ങ നീരിൻ്റെ കഞ്ഞിവെള്ളത്തിനകത്ത് തന്നെയാണ് ഇതെല്ലാം കഴുകിയെടുത്തത്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് വാഷ് ബേസിനും ക്ലീൻ ആക്കി എടുക്കാം. ഇതിപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് പിടിച്ചിരിക്കുന്ന ആ മഞ്ഞ കറയൊക്കെ പോയിട്ട് നമ്മുടെ വാഷ് ബേസ് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ മുതൽ നമ്മുടെ വാഷ് ബേസിൻ വരെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തേച്ച് എടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് അതിനകത്തും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്നിട്ടൊന്ന് ഫ്ലഷ് ചെയ്താൽ മതി. ഇതേപോലെ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം നമ്മൾ രാത്രി ഒഴിച്ചിട്ടിട്ട് രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മതി. ക്ലോസറ്റൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ബ്രഷിട്ട് തേച്ചൊരച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു മണവും കൂടെ ആയിരിക്കും നമുക്ക് സിങ്കിനകത്തുനിന്നും വാഷ് ബേസിനകത്തുനിന്നും അതേപോലെ ക്ലോസറ്റിനകത്ത് ഒഴിച്ചാൽ നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.